സർവകലാശാല വൈസ് ചാൻസലർമാർ RSS മേധാവി മോഹൻ ഭഗവത് പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്തതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 2-3 ദിവസമായിട്ട് സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാകുന്നത്. അതിൽ സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശൻ വലിയ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. അതായത് VC-മാർ കേരളത്തോട് മാപ്പ് പറയണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു ചിന്താഗതിയാണോ അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ എടുത്തതാണോ എന്നറിയില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 100 വർഷമായി 100-ലധികം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സന്നദ്ധ സംഘടനയാണ്. നിരോധിക്കപ്പെട്ട സംഘടനയല്ല. സംഘത്തിന് കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്കൂളുകളും കോളേജുകളും ആരാധനാലയങ്ങളും ആതുര സേവനാ കേന്ദ്രങ്ങളും അനാഥാലയങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന്. അവിടെയൊക്കെ ചിലപ്പോൾ സംഘത്തിൻ്റെ മേധാവിയോ അല്ലെങ്കിൽ മറ്റ് ചുമതലക്കാരോ ഒക്കെ പോകാറുമുണ്ട്. അവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക MLA-മാരും മന്ത്രിമാരും ഉൾപ്പെടെ സാംസ്കാരിക സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകരുൾപ്പെടെ എല്ലാവരും അവിടേക്ക് വരാറുമുണ്ട്. കേരളത്തിൽ മാത്രം വൈസ് ചാൻസലർമാർ ഒരു യോഗത്തിൽ, മോഹൻ ഭാഗവത് പങ്കെടുത്ത ഒരു യോഗത്തിൽ പങ്കെടുത്തതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വലിയ പ്രചരണവും വലിയ ചീത്തവിളിയുമൊക്കെയാണ് നടക്കുന്നത്. വളരെ ക്രൂരമായിട്ടൊക്കെ തന്നെ ഡോക്ടർ മോഹൻ കുന്നുമലിനെയൊക്കെ ശരിക്കും അദ്ദേഹത്തെയൊക്കെ വളരെ അവഹേളിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിലൊക്കെയാണ് പല കമൻറ്റുകളും പോസ്റ്റുകളുമൊക്കെ വരുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചിത്രം ഒരു സുഹൃത്ത് അയച്ചു തന്നു. അതായത് നേരത്തെ കണ്ണൂർ സർവകലാശാല VC ആയിരുന്ന, ഇടതുപക്ഷത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ എന്ന വ്യക്തി, ഇദ്ദേഹത്തെ ഗവർണർ പുറത്താക്കിയതാണ്. ഇദ്ദേഹം ഒരു ഡൽഹിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു CPM-ൻ്റെ പരിപാടിയിൽ ജാഥയിൽ കൊടിയും പിടിച്ച് CPM-ൻ്റെ ബാഡ്ജും കുത്തി പങ്കെടുക്കുന്ന ഒരു ചിത്രം അയച്ചു തന്നു. CPM ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. RSS ഒരു സാംസ്കാരിക സംഘടനയാണ്, ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാം. അതിന് വിലക്കുകളൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു പാർട്ടി എന്നുള്ള പേരിൽ, അതിൻ്റെ ഒരു പോഷക സംഘടന പോലുമല്ല, CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പരിപാടിയുടെ ആ ജാഥയിലും റാലിയിലുമൊക്കെ ബാഡ്ജും കുത്തി കൊടിയും പിടിച്ചുകൊണ്ട് പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുവാദം വേണം. ഇതിന് കണ്ണൂർ സർവകലാശാല VC-ക്ക് അന്നത്തെ ഇടതുപക്ഷ സർക്കാരോ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവോ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോ അധികാരം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുത്തിരുന്നു. ഇവിടെ മോഹൻ കുന്നുമൽ അല്ലെങ്കിൽ മറ്റ് VC-മാർ RSS-ൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഒരു മോഹൻ ഭഗവത് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നത് സ്വാഭാവികമായൊരു കാര്യം മാത്രമാണ്. അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് പങ്കെടുത്തതാണ്. അവരെ ആരും വിളിച്ചു വരുത്തിയതോ അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നതോ അവർ പ്രത്യേക ക്ഷണിതാക്കളോ ഒന്നും ആയിരുന്നില്ല. അവർ സദസ്സിലായിരുന്നു ഇരുന്നത്. അത് അവരുടെ സൗകര്യം. ഒരു ക്ഷേത്രത്തിൽ ഒരാൾ പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിയിൽ, ഒരു ഓണപ്പരിപാടിയിൽ, ഒരു ക്രിസ്മസ് പരിപാടിയിലൊക്കെ ഒരാൾക്ക് പങ്കെടുക്കണമെങ്കിൽ അതൊക്കെ സ്വാഭാവികമായിട്ട് ആർക്കും പങ്കെടുക്കാം. എത്ര ഉയർന്ന വ്യക്തിക്കും പങ്കെടുക്കാം. അതുപോലൊരു സാംസ്കാരിക പരിപാടിയാണ് അവിടെ നടന്നത്. കേരളത്തിൽ നടന്ന ഒരു സാംസ്കാരിക പരിപാടിയിൽ ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുത്തു. ആ പരിപാടിയിൽ VC-മാരും പങ്കെടുത്തു. പക്ഷേ ഈ സംഭവം വേറെയാണ്. ഗോപിനാഥ് രവീന്ദ്രൻ്റെ സംഭവം വേറെയാണ്. ഇദ്ദേഹം പാർട്ടി പരിപാടിയിലാണ് പങ്കെടുത്തത്. ഏറ്റവും കൂടുതൽ ഈ ഒരു RSS പരിപാടിയിൽ പങ്കെടുത്തതിനെ വിമർശിക്കുന്ന CPM ഇതിനൊരു വിശദീകരണം നൽകണം. അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കണം. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇവർക്കൊക്കെ എന്തുമാകാം. ഇവർ ഇട്ടാൽ അത് ബർമുട, നമ്മൾ ഇട്ടാൽ അത് കളസം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവർക്ക് എന്തും കാണിക്കാം, എന്ത് തോന്നിയാസവും കാണിക്കാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടാം, തോന്നിയവരെ നിയമിക്കാം, തോന്നിയവരെ കയറ്റാം, തിരികെ കയറ്റാം, നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് നിയമനം കൊടുക്കാം, പരീക്ഷ എഴുതിയില്ലെങ്കിലും ജയിപ്പിക്കാം, നേരിട്ട് അഡ്മിഷൻ കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു സാംസ്കാരിക പരിപാടിയിൽ ഒരു വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം പങ്കെടുത്തപ്പോൾ അത് വലിയ പോരായ്മയെ ചൂണ്ടിക്കാട്ടുന്നവർ ഈ ചിത്രമൊന്ന് കണ്ടിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തിയാൽ മതി. നിങ്ങളാരും ഒന്നും സമ്മതിച്ചു തരില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊക്കെ വേറെന്തെങ്കിലുമൊക്കെ ന്യായം കണ്ടെത്തും. നമുക്കറിയാം അതൊക്കെ തന്നെ. പക്ഷേ ഇത് സത്യമായൊരു സംഭവമാണ്. ബാഡ്ജും കുത്തി കൊടിയും പിടിച്ച് ഒരു സർവകലാശാല വൈസ് ചാൻസലർ CPM-ൻ്റെ ജാഥയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് ലജ്ജയുണ്ട്. താങ്കൾക്ക് രാഷ്ട്രീയമുണ്ടായിരിക്കാം, പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ഇത്തരത്തിലൊക്കെ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അതൊന്നും ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ ഇവിടെ RSS മേധാവി പങ്കെടുക്കുന്ന പരിപാടിയിൽ കാഴ്ചക്കാരായി, സദസ്യരായി VC-മാർ എത്തിയത് ആണ് ഇവർക്കൊക്കെ പ്രശ്നം. എന്തായാലും അതിനൊക്കെ ഉള്ള വിശദീകരണം കൃത്യമായി തന്നെ BJP നേതാക്കളും RSS നേതാക്കളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിന് ഗോപിനാഥ് രവീന്ദ്രൻ ഈ പാർട്ടി പരിപാടിയിൽ ബാഡ്ജും കുത്തി പങ്കെടുത്തതിൻ്റെ വിശദീകരണം കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ പോലും അതിൻ്റെ ഒരു
ന്യായീകരണമെങ്കിലും നൽകാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം CPM നേതാക്കൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രിക്കും പഴയ വിദ്യാഭ്യാസ മന്ത്രിക്കുമൊക്കെ ഉണ്ട്.